വെൽക്കം ടു റിജു ആൻഡ് PSK ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ആൻഡ് പ്രീവിയസ്ലി വി ആർ ഡിസ്കസിങ് അബൌട്ട് തെർമോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയ്ക്ക് വി ഹാവ് ടു സ്റ്റാർട്ട് ദ തെർമോഡൈനാമിക്സ്. തെർമോസ്റ്റാറ്റിക്സിൻ്റെ നേരെ നെക്സ്റ്റ് ബ്രാഞ്ചാണ്. അതായത് തെർമൽ ഫിസിക്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, തെർമോസ്റ്റാറ്റിക്സും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സും. അപ്പോൾ അതിൽ തെർമോഡൈനാമിക്സ് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, തെർമോഡൈനാമിക്സിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു സീ എ ലോട്ട് ഓഫ് തിങ്സ്, ദ ടേംസ് ദാറ്റ് വി ആർ യൂസിങ് ഇൻ ദ തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ്. അങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി നമുക്ക് കാണാനുണ്ട്. അതൊക്കെ ഫെമിലിയറൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നമ്മൾ എനർജിക്കും ഹീറ്റിനും കൊടുക്കുന്ന സൈൻ കൺവെൻഷൻ, അതുപോലെ തന്നെ ഒരു ഗ്യാസിലേക്ക് ഒരു ഗ്യാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ എനർജീസ് എന്തൊക്കെയാണ്, അതുപോലെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, അതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് കാണേണ്ടത് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് the branch of physics which deals with the conversion of heat and energy into work. അത് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി വർക്കായിട്ട് മാറാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ഹീറ്റായിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും ഇൻ്റർ കൺവെൻഷൻ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് കണ്ടതാണ്. ടെമ്പറേച്ചർ ഈസ് നത്തിങ് ബട്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹീറ്റ് എനർജി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ഫ്ലോ ഓഫ് ഹീറ്റ് എനർജി ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മളിപ്പോൾ ഓരോ ബ്രാഞ്ചുകൾ, മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് നിങ്ങൾ ആദ്യം കണ്ടു. അതിൽ രണ്ട് എൻറ്റിറ്റീസ് ആണുള്ളത്, ഒബ്സർവർ ആൻഡ് ഒബ്ജക്റ്റ്. അതേപോലെ തന്നെ നമ്മൾ തെർമോഡൈനാമിക്സ് എടുക്കുകയാണെങ്കിലും അവിടെ രണ്ട് എൻറ്റിറ്റീസേ ഉണ്ടാവുള്ളൂ. ആൻഡ് തെർമോഡൈനാമിക്കൽ എൻറ്റിറ്റീസ് അതേതാണെന്നുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സോ തെർമോഡൈനാമിക്സിനെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് എങ്ങനെ പറയാം, ഹീറ്റ് എനർജി കൺവെർട്ടഡ് ഇൻ ടു വർക്ക് ആൻഡ് വർക്ക് ഈസ് കൺവെർട്ടഡ് ആസ് ഹീറ്റ് എനർജി. ഈ രണ്ട് പ്രോസസ്സും ഹീറ്റും വർക്കുമായിട്ടുള്ള ഇൻ്റർ കൺവേർഷനാണ് തെർമോഡൈനാമിക്കിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ ടു വേരിയബിൾസ്, ഒബ്സർവർ ആൻഡ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞ പോലെ ദ ടു തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് ആർ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സിസ്റ്റം, സറൗണ്ടിങ്, അങ്ങനെ രണ്ട് എൻറ്റിറ്റീസാണ് തെർമോഡൈനാമിക്സിലുള്ളത്. അപ്പോൾ എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, അതിനെപ്പറ്റി ഒരു അവയർനെസ് നമുക്ക് വേണമല്ലോ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിലുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചുകളാണോ നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സിസ്റ്റം. ഇപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഗ്യാസ്, ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് കണ്ടെയ്നർ വിത്ത് ഗ്യാസ് ഈസ് കോൾഡ് ആസ് എ സിസ്റ്റം. അതിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചുകളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ എനിത്തിങ് വിച്ച് ഈസ് ടു ബി ഒബ്സർവ്ഡ് ഈസ് ദ സിസ്റ്റം. രണ്ടാമത്തേന്ന് പറയുന്നത് എവറിത്തിങ് എൽസ് ദാൻ ദ സിസ്റ്റം ഈസ് സറൗണ്ടിങ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് സറൗണ്ടിങ്. അപ്പോൾ നമ്മൾ എന്തിനാണോ ഒബ്സർവ് ചെയ്യുന്നത് അതാണ് സിസ്റ്റം. ആ സിസ്റ്റം ഒഴികെ ബാക്കിയുള്ളത് എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് പറയാം, സറൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ രണ്ട് എൻറ്റിറ്റീസാണ് തെർമോഡൈനാമിക്സിലുള്ളത്. ഇനി അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇനി നമുക്ക് സറൗണ്ടിങ്ങിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, കാരണം സിസ്റ്റം ഒഴികെ ബാക്കി എല്ലാം സറൗണ്ടിങ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസസ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾ, ആൻഡ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സിസ്റ്റം വിൽ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് 3 വേരിയബിൾസ്. 3 വേരിയബിളിൻ്റെ ടൈമിൽ നമ്മൾ ഈ സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മെക്കാനിക്സിലാണെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ്, അതുപോലെ അതിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സിസ്റ്റത്തിനെ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പറയുന്നത് 3 വേരിയബിളിൻ്റെ ടൈമിലാണ്. ദേ ആർ പ്രഷർ, അതുപോലെ തന്നെ
വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ആൻഡ് നിങ്ങൾക്കറിയാം, അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹീറ്റ് എനർജി. സോ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ആരുടെയാണ്? ഈ പറയുന്ന ഹീറ്റ് എനർജിയുടെ ഒരു മെഷർമെൻ്റ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ആൻഡ് ദ സിസ്റ്റം ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ദ ചേഞ്ച് ഇൻ എനി ഓഫ് ദിസ് തെർമോഡൈനാമിക്കൽ വേരിയബിൾസ്. അപ്പോൾ ഈ 3 പേരെ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഈ 3 പേരെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോ ഡൈനാമിക് വാരിയബിൾസ്. ഈ 3 പേർക്ക് വരുന്ന ചേഞ്ചിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ചേഞ്ചുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ചില സമയത്ത് നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും, അല്ലെങ്കിൽ വോളിയം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ. അത് കെമിസ്ട്രിയിൽ ഒരു പരിധി വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഐസോബാറിക്, കോറിക് ആൻഡ് ഐസോതെർമൽ പ്രോസസ്സുകളെ പറ്റിയൊക്കെ. അപ്പോൾ ഇതാണ് ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന 3 വേരിയബിൾസാണ് ഈ പറയുന്ന പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിലാണ് നമ്മൾ ആ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് ആ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഐഡിയൽ സിസ്റ്റമാണ്. ഐഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം വിച്ച് ഇസ് കെപ്റ്റ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് വെരി ലോ പ്രഷർ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും റിയൽ ഗ്യാസ് ഇക്വേഷനും യു മൈറ്റ് ഹാവ് സീൻ ഇൻ കെമിസ്ട്രി. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഒബേസ് ദ ഇക്വേഷൻ PV = nRT. അതിൽ ചെറിയ വേരിയേഷൻസ് വരുമ്പോഴാണ് നമ്മളവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? വാൻഡർവാൾസ് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം ഐഡിയൽ ആണെങ്കിൽ നമുക്കതിനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ദ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ നമ്മളതിനെ പറയുന്നത് വി വിൽ ബി കോളിംഗ് ദാറ്റ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ ഓഫ് state of the system. Equation of state of the system can be in 2 ways. ഒന്ന് ഐഡിയൽ ആണെങ്കിൽ you will be representing like PV = nRT. അത് റിയൽ ആണെന്നുണ്ടെങ്കിൽ we can represent it like P plus A/V² into V minus B = RT. A and B are the വാൻഡർവാൾസ് കോൺസ്റ്റൻറ്റ്. അത് ഓരോ ഗ്യാസിനും അത് മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഡയമെൻഷനും യൂണിറ്റും ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പറയുന്നത്. ഇത് ഐഡിയൽ സിസ്റ്റത്തിനും ഇത് റിയൽ സിസ്റ്റത്തിനും. ഐഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ഐഡിയൽ ആവണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൈനറ്റിക് തിയറിയിൽ കാണും. എ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ഐഡിയൽ ഇഫ് ഇറ്റ് ഒബേസ് ദ PV = nRT. അങ്ങനെയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? സിസ്റ്റം ഐഡിയൽ ആണെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് ഹൈ ആൻഡ് ദ പ്രഷർ ഈസ് ലോ. അതേസമയം ടെമ്പറേച്ചർ ലോയും പ്രഷർ ഹൈയും ആണെങ്കിൽ നമ്മളതിനെ റിയൽ ഗ്യാസ് എന്ന് പറയും. റിയൽ. പലരും ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഒരു സീ ലെവലിലാണ് ഇരിക്കുന്നത്, നമ്മളെ സറൗണ്ട് ചെയ്യുന്ന ഗ്യാസ് എയറൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വി കനോട്ട് ടേക്ക് ഇറ്റ് ലൈക്ക് ഐഡിയൽ ഗ്യാസ് ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹ്യൂജ് വാല്യൂ. 10⁵ പാസ്കൽ അപ്രോക്സിമേറ്റ്ലി. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത്ര വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അല്ലെങ്കിൽ 10⁵ Nm/m² ആണ് നമ്മൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഷർ അറ്റ് സീ ലെവൽ. പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? ടെമ്പറേച്ചർ വിൽ ബി വാരിയിങ് ബിറ്റ്വീൻ സം 30 to 40 degrees Celsius. അത്രയല്ലേ വരുള്ളൂ. 30 to 40 degrees Celsius എന്ന് പറഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചറാണ്. നമുക്കത് ഭയങ്കര ചൂടായിട്ട് തോന്നാമെങ്കിലും വിത്ത് റെസ്പെക്ട് ടു ദ ഗ്യാസ് ഇറ്റ് ഇസ് എ വെരി ലോ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ്. സോ ഇൻ ദാറ്റ് സർക്കംസ്റ്റാൻസ് യു കനോട്ട് ടേക്ക് ദ എയർ സറൗണ്ടിങ് ആസ് ഐഡിയൽ. അത് റിയൽ ഗ്യാസുകളാണ്. വളരെ ഹൈ ടെമ്പറേച്ചറിലും വളരെ ലോ പ്രഷറിലും മാത്രമേ ആ സിസ്റ്റത്തിന് എന്ത് നേച്ചർ കിട്ടുള്ളൂ? ഐഡിയൽ നേച്ചർ കിട്ടുള്ളൂ. പ്രഷർ കുറവായിരിക്കും വേണം, ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും വേണം. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ദ ഗ്യാസ് മോളിക്യൂൾസ് വിൽ നോട്ട് ബി ഹാവിങ് എനി കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അതാണ് ഇതിനെ പറ്റിയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്കവിടെ പറയേണ്ടത് തെർമോഡൈനാമിക്കലി നമ്മൾ കുറേ വേരിയബിൾസ് യൂസ് ചെയ്യും. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന മെയിൻ വേരിയബിൾസ് അല്ലാതെ മറ്റു പല ടൈമുകളും പറയാറുണ്ട്. അതായത് വർക്ക് ഡൺ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി, ദെൻ ഹീറ്റ് തന്നെ 2 തരത്തിലുള്ള ഹീറ്റ് ഉണ്ടാവാം. അബ്സോർബ്ഡ് ഹീറ്റ് ഉണ്ടാവാം, റിലീസ്ഡ് ഹീറ്റ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ കെമിസ്ട്രിയിൽ കുറേ ടൈമുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എൻതാൽപ്പി, എൻട്രോപ്പി, അങ്ങനെ കുറേ ടൈംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ടൈമിൽ നമ്മൾ 2ആയിട്ടാണ് തെർമോഡൈനാമിക്കൽ വാരിയബിൾസിനെ തന്നെ, അല്ലെങ്കിൽ തെർമോഡൈനാമിക്കൽ ഫംഗ്ഷൻസിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദേ ആർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആൻഡ്
പാത്ത് ഫങ്ഷൻസ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണ്, പാത്ത് ഫംഗ്ഷൻ എന്താണ്, അത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഒരു തെർമോഡൈനാമിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക്കൽ വാരിയബിൾ, ഫംഗ്ഷനോ വാരിയബിൾ എന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വാരിയബിൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലും ഫൈനൽ സ്റ്റേറ്റിലും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്കതിനെ സ്റ്റേറ്റ് വാരിയബിളായിട്ട് പറയാം. ഞാൻ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ പറയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. പാത്ത് വാരിയബിൾ അല്ലെങ്കിൽ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വാരിയബിളിന് ഇനീഷ്യലി ഒരു വാല്യൂ ഉണ്ടായിരുന്നു ആൻഡ് യു ആർ ചേഞ്ചിങ് ദ വാല്യൂ ടു സം അതർ. അപ്പോൾ എങ്ങനെ നിങ്ങൾ ആ വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വാരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ അല്ലെങ്കിൽ ഇൻ വാട്ട് വേ യു ആർ ചേഞ്ചിങ് ദാറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്തായിട്ട് പറയേണ്ടി വരും? ഇറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. അതിന് വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് തിളപ്പിച്ച ഒരു പാത്രത്തിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം തന്നിട്ടുണ്ട്, 30 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രിയിൽ നിന്ന് 3 ഡിഗ്രി ഇൻക്രീസ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് അപ് ടു 33 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ ടെമ്പറേച്ചർ 30 ഡിഗ്രിയാണ്, ഫൈനൽ ടെമ്പറേച്ചർ മസ്റ്റ് ബി 33 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഫ്രം 30 to 33. എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? എങ്ങനെ വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ 30 to 33 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാം. അതല്ല, നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് കൊണ്ടുവച്ചാൽ നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. ഇനി അതൊന്നും വേണ്ട, നല്ല ചൂടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാലും അത് ചൂടായിക്കോളും. അപ്പോൾ അവിടെ എങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ അത് ഒരു കാരണവശാലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഹൗ യു ആർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത്, നിങ്ങൾ അതിന് വെയിലത്ത് വെച്ചിട്ടാണ്. രണ്ട് സിറ്റുവേഷനിലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മാത്രമേ അവിടെ നമ്മൾ നോക്കുന്നുള്ളൂ. എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരില്ല. അത്തരത്തിലുള്ള സിസ്റ്റത്തിന് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ഗ്യാസ് മോളിക്യൂളിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ടോട്ടൽ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റേർണൽ എനർജി എന്ന് വിളിക്കുന്നത്. ടോട്ടൽ എനർജി ഓഫ് all particles is called as the internal energy, and internal energy is the sum of kinetic energy and potential energy. എന്താണെന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്, നാച്ചുറലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടന്റ് കൂടും, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. when you are increasing the temperature, RMS velocity will increase, which will increase in the kinetic energy of the particles. So naturally when you increase the temperature, kinetic energy will increase. അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇന്റേണൽ എനർജിയും കൂടും. അപ്പോൾ ടെമ്പറേച്ചർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞ പോലെ ഇന്റേണൽ എനർജിയും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എങ്ങനെ ചൂടാക്കുന്നു എന്നുള്ളത് അവിടെ ആരും ചോദിക്കില്ല. എത്രയാണ് വരുന്ന ടെമ്പറേച്ചർ ചേഞ്ച്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമ്മൾ രണ്ട് രീതിയിലാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതെങ്കിലും നോബഡി വിൽ ബി ഗോയിങ് ടു ആസ്ക് ദാറ്റ് വാട്ട് ഈസ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ, അത്ര മാത്രമേ ചോദിക്കുകയുള്ളൂ. അത്തരത്തിൽ ഏത് രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാത്ത, അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, അതൊക്കെ. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തെർമോഡൈനാമിക്കൽ വാരിയബിൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ഈ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ തെർമോഡൈനാമിക്കൽ വർക്കിലേക്ക് വരുന്നില്ല, അത് നമ്മൾ ഓൾറെഡി കാണാൻ പോകുന്നുള്ളൂ, വേണമെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു ടേബിളുണ്ട്. ഈ ടേബിളിനെ ഞാൻ വലിച്ച് നീക്കുകയാണ്. ഇപ്പോൾ നീക്കുന്നത് ഈ സർഫസ് വളരെ സ്മൂത്താണ്. സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് ഇതിനെ വലിച്ചു നീക്കാനോ അല്ലെങ്കിൽ തള്ളി മാറ്റാനോ എനിക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ബിക്കോസ് ദി സർഫസ് ഈസ് സീൻ ടു ബി സ്മൂത്ത്. അപ്പോൾ സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യേണ്ടി വരുന്ന വർക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതേസമയം ഇത് വളരെ റഫ് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. റഫ് സർഫസ് ആണെങ്കിൽ ഐ ഹാവ് ടു ഗിവ് മോർ എമൗണ്ട് ഓഫ് വർക്ക് ടു ഡു ദ സെയിം എമൗണ്ട്, അല്ലെങ്കിൽ ടു ക്രിയേറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ചോദ്യം വരും. കാരണം സ്മൂത്ത് സർഫസിൽ ചെയ്യുന്ന വർക്കും റഫ് സർഫസിൽ ചെയ്യുന്ന വർക്കും രണ്ടും ഡിഫറൻ്റ് ആണ്. സോ
എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് പോലെ തന്നെ. അപ്പോൾ നമുക്കവിടെ വർക്ക് ചെയ്തു എന്നുള്ളത് എന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് വരുന്നത്. പക്ഷേ ആ വർക്ക് എങ്ങനെ ചെയ്തു എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. സോ വർക്ക് ഈസ് കൺസിഡേർഡ് ടു ബി എ പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ if the change in any of the thermodynamical functions depends upon the path followed, അല്ലെങ്കിൽ how in what way you are doing the process എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും? പാത്ത് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. വർക്ക് എന്ന് പറയുന്ന ഒരു പാത്ത് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഗ്യാസിനെ, ഇപ്പോൾ തെർമോഡൈനാമിക്കൽ വർക്കിലേക്ക് തന്നെ വരാം, ഒരു ഗ്യാസിനെ നമ്മൾ ഒരു ഗ്യാസിലേക്ക് വർക്ക് ചെയ്യുന്നു. ഗ്യാസിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. ഒന്ന് അത് കംപ്രഷൻ വർക്കായിരിക്കാം, അല്ലെങ്കിൽ അത് എക്സ്പാൻഷൻ വർക്കായിരിക്കാം. എക്സ്പാൻഷൻ വർക്കും കംപ്രഷൻ വർക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ യു ആർ ഡിക്രീസിങ് ദ വോളിയം. കംപ്രഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരം മാറിപ്പോയി. എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻക്രീസിങ് ദ വോളിയം, ആൻഡ് കംപ്രഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ യു ആർ ഡിക്രീസിങ് ദ വോളിയം. രണ്ടിലും നമ്മൾ ചെയ്യുന്ന വർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വോളിയം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയമാണ് തെർമോഡൈനാമിക്കൽ വർക്ക്. അപ്പോൾ അവിടെ എക്സ്പാൻഷനിൽ ചേഞ്ച് ഇൻ വോളിയം പോസിറ്റീവാണ്, കംപ്രഷനിൽ ചേഞ്ച് ഇൻ വോളിയം നെഗറ്റീവാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളോട് പറയാണ് സം W ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അവിടെ ചോദിക്കും വെദർ ഇറ്റ് ഈസ് എക്സ്പാൻഷൻ വർക്ക് ഓർ കംപ്രഷൻ വർക്ക്. രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വർക്കിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും? ഒരു പാത്ത് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ആ വർക്ക് പോലെ തന്നെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ ഹീറ്റ് കൊടുക്കാം. പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൊടുത്ത ഹീറ്റും കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ കൊടുത്ത ഹീറ്റും ഡിഫറൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. കാരണം ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ DU + PdV ആണ്. മറ്റേ ഹീറ്റ് ഗിവൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഇറ്റ് ഈസ് DQ = DU തന്നെയുള്ളൂ. കാരണം അവിടെ വർക്കൊന്നും നടക്കുന്നില്ല. സോ വർക്ക് എന്ന് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? പാത്ത് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തെർമോഡൈനാമിക്കിലെ വാരിയബിൾസിനെ എല്ലാം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ പറഞ്ഞു നിർത്തിയത് തെർമോഡൈനാമിക്കൽ വാരിയബിൾസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്റ്റേറ്റ് ഫംഗ്ഷനായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് വാരിയബിളായിട്ടും പാത്ത് വാരിയബിളായിട്ടും ക്ലാസിഫൈ ചെയ്തു. ഇനി തെർമോഡൈനാമിക്സിൽ നമ്മളിപ്പോൾ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെ പറ്റി പറഞ്ഞു. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന 2 തരത്തിലുള്ള വാൾസ് ഉണ്ട്. അതായത് സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിലുള്ള ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന 2 തരത്തിലുള്ള വാളുകളുണ്ട്. ആൻഡ് വൺ ഈസ് അഡയാബാറ്റിക് വാൾ, രണ്ടാമത്തെ ഡയാതെർമിക് വാൾ. ഇങ്ങനെ 2 തരത്തിലുള്ള ബൗണ്ടറീസ് ആണ്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള വാളാണുള്ളത്. അഡയാബാറ്റിക് വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഡയാബാറ്റിക് വാൾ മീൻസ് there will be no heat exchange between system and surrounding. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടക്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയ്ക്ക് പോസിബിൾ ആയിരിക്കും. സോ രണ്ടാമത്തെ കേസിലാണെങ്കിൽ ΔQ is not equal to 0 in the case of a diathermic wall. അപ്പോൾ 2 തരത്തിലുള്ള സെപ്പറേഷൻസ് ആണുള്ളത്, ഡയാതെർമിക്കും അഡയാബാറ്റിക്കും. അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലുള്ള ടേംസ് ഒക്കെ കാണുമ്പോൾ എന്താണ് ഡയാതെർമിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തൊക്കെ പലർക്കും സംശയം വരും. അഡയാബാറ്റിക് പിന്നെ നമ്മൾ പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ്. ദെൻ ഇനിയിപ്പോൾ ആസ് ആൻ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ പറയേണ്ട കാര്യം, ഇപ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ വരാം. വിൽ ബി കോളിംഗ് ഇറ്റ് എസ് തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ളത് നമ്മൾ അറിയണം. തെർമോഡൈനാമിക് ഈക്വിലിബ്രിയം. ഈ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഒരു തരത്തിലുള്ള എനർജി എക്സ്ചേഞ്ചും അല്ലെങ്കിൽ അവിടുത്തെ പ്രോസസ്സുകളെല്ലാം എങ്ങനെയായിരിക്കണം? 3 തരത്തിലാണ് ഈ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം വരുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത്. 3 കണ്ടീഷൻസ് ആണുള്ളത്. തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ടൈപ്സ് ഓഫ് സെപ്പറേറ്റ് ഇക്വിലിബ്രിയ. ദ ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് chemical, and the third one is thermal. ഈ 3 തരത്തിലുള്ള ഇക്വിലിബ്രിയാസ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ സിസ്റ്റം തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മളത് ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദ ടോട്ടൽ ഫോഴ്സ്
ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഷുഡ് ബി ഈക്വൽ ടു 0. അതാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഇതാണെങ്കിൽ എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം? കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നതല്ലേ. ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് റിവേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിട്ടേൺ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ, വിച്ച് മീൻസ് ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ ഈ 3 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ സിസ്റ്റം തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ കെമിക്കലി ഇക്വിലിബ്രിയത്തിലാണെങ്കിലും തെർമലി ഇക്വിലിബ്രിയത്തിലാണെങ്കിലും മെക്കാനിക്കലി ഇക്വിലിബ്രിയത്തിലാണെങ്കിലും ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിന് നമുക്ക് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദിസ് യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ chemistry as Le-Chatelier principle. If there is any variables like pressure or temperature or concentration is supposed to be changed by an external agency, the system will nullify the effect. അതിനാണ് Le-Chatelier principle ആയിട്ട് പഠിക്കുന്നത്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ കൺകറന്റ് ഫോഴ്സ് ഒക്കെ കണ്ടതല്ലേ. അവിടെ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം 0 ആണെങ്കിൽ സിസ്റ്റത്തിന് ഇക്വിലിബ്രിയത്തിലാണ്, അതിൻ്റെ സ്റ്റേറ്റിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. തെർമൽ ഇക്വിലിബ്രിയം എന്താണ്? സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ, ദർ ഈസ് നോ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദം, അങ്ങനെയാണെങ്കിൽ യു കനോട്ട് എക്സ്ചേഞ്ച് എനി എമൗണ്ട് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ 3 സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് സിസ്റ്റം എന്തിൽ വരുന്നത്? തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നത്. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കണ്ടത് എന്താണ്? തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് കണ്ടു. നമ്മളിനി അവിടെ കുറച്ച് നേരം മുമ്പ് ഉപയോഗിച്ച ഒരു ടേം ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ദിസ് ചാപ്റ്റർ. ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി. യു എന്ന് പറഞ്ഞ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, ഇന്റേണൽ എനർജി. എന്താണ് ഇന്റേണൽ എനർജി? അതിന് സാധാരണ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെക്കാനിക്കലി ടോട്ടൽ എനർജി ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈക്വൽ ടു മെക്കാനിക്കൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെയും അത് തന്നെയാണ്. ടോട്ടൽ എനർജി ഓൾവേസ് റെപ്രസെൻറ്റ്സ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഈ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിലുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും മ്യൂച്വൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും അതുപോലെ തന്നെ അവർ ഓരോരുത്തരും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയുടെയും സമ്മാണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഈ രണ്ടുപേരുടെ സമ്മാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഒരു ഐഡിയൽ സിസ്റ്റം ആണെങ്കിൽ, സപ്പോസ് യു ആർ കൺസിഡറിങ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഉണ്ടാവില്ല. അതായത് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ സിസ്റ്റം അല്ലെങ്കിൽ ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് സിസ്റ്റം ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ the gas molecules will be 0. കാരണം they are largely separated at high temperature and low pressure. The separation, average separation between the gas molecules will be much higher. So at a very high separation they will not be exerting any force on each other. So force ഇല്ലെങ്കിൽ potential energy എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് അവിടെ സൈഡായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, for an ideal gas system potential energy എന്ന് പറഞ്ഞാൽ it is integral FDR ആണ്. ഐഡിയൽ ഗ്യാസ് സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് വിൽ ബി 0 സിൻസ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് 0 ആണ്. അതേസമയം നമ്മൾ എടുക്കുന്ന ഒരു റിയൽ ഗ്യാസ് ആണെങ്കിൽ ഈ F.dr എന്ന് പറഞ്ഞാൽ 0 അല്ല, ഇറ്റ് വിൽ ബി ഹാവിങ് എ ഡെഫിനിറ്റ് വാല്യൂ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിയൽ ഗ്യാസ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ആസ് യൂഷ്വൽ ഇറ്റ് ഈസ് FDR എന്ന് വരും. പക്ഷേ ഇവിടുത്തെ രണ്ടുപേര് തമ്മിലുള്ള ഫോഴ്സ്, രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഗ്യാസ് മോളിക്യൂൾസ് ഇൻട്രാക്ട് ഈച്ച് അതർ വിത്ത് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വാൻ ഡെർ വാൾസ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിൽ ദ പാർട്ടിക്കിൾസ് വിൽ മൂവ് ക്ലോസ് ടു ഈച്ച് അതർ. അല്ലെങ്കിൽ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സുകളെ എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? നെഗറ്റീവ് ആയിട്ടാണ് അട്രാക്റ്റീവ് ഫോഴ്സുകളെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ ഫോർ എ റിയൽ ഗ്യാസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് integral F.dr and this potential energy will be negative. Attractive potential energy is negative and repulsive potential energy is positive. Gravitational കണ്ടിട്ടുണ്ടാവും. What is the value of gravitational potential energy? It is minus g m1 m2 divided by r, because gravity is a unipolar force which always attract each other. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അതില്ല.
കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷനേ ഇല്ല. അപ്പോൾ പിന്നെ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ റിയൽ ഗ്യാസുകളാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് വിൽ ഡിക്രീസ്. അട്രാക്ഷൻ ആണല്ലോ, അടുത്ത് വരുമല്ലോ. അപ്പോൾ സെപ്പറേഷൻ കുറയുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ട് എടുത്തിരിക്കുന്നു, നെഗറ്റീവായിട്ട് സൈൻ കൺവെൻഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന് സമ്മാണ് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ആയിട്ട് വരുന്നത്. ഇനി നമുക്കിതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇഫ് ഐ എം പ്രൊവൈഡിങ് ഹീറ്റ് ടു ദ സിസ്റ്റം, ദ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്? increases. കാരണം velocity of gas molecule is RMS velocity root of 3 RT by m. So temperature increases, RMS velocity of the molecules increases. RMS velocity കൂടി കഴിഞ്ഞാൽ മക്കളെ കൈനറ്റിക് എനർജി കൂടില്ലേ? സോ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഇനി അടുത്ത് കാണേണ്ട ആരെയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ ഇവിടം വരെ പറഞ്ഞു നിർത്തി, കൈനറ്റിക് എനർജി കൂടി. ഈ കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആവറേജ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് കൂടില്ലേ? കൈനറ്റിക് എനർജി കൂടി കഴിഞ്ഞാൽ മോളിക്യൂൾസ് പരസ്പരം അകന്നകന്ന് മാറിക്കൊണ്ടേയിരിക്കും. സോ ആവറേജ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻക്രീസസ്. മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. The intermolecular force of attraction is inversely proportional to square of the separation. ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. When the separation increases, intermolecular force of attraction decreases. Solids are the least separated particle. So solid molecules will have larger force of attraction between them, and that accounts for the stability of solids compared to liquids and gases. പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തും കുറയണം? പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡും കുറയും. കാരണം പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി എന്നാണ് എഴുതേണ്ടത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. മാഗ്നിറ്റ്യൂഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയായിട്ട് എഴുതണേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിൽ ഡിക്രീസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്. That means പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യാം മക്കളെ? ഡൗട്ട് ഉണ്ടാവും പലർക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവാണ്. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡും കുറയും. പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡാണ് കുറയുന്നത്. സപ്പോസ് പൊട്ടൻഷ്യൽ എനർജി ആദ്യം -10 ജൂളാണ്. ഇപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ് -5 ജൂളായി. അവിടെ മാഗ്നിറ്റ്യൂഡാണ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ -10 ജൂളിൽ നിന്ന് -5 ജൂളിലേക്ക് വന്നാൽ ആക്ച്വലി ഇറ്റ് ഷോസ് ദ ഇൻക്രീസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. എനർജി ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത് -10 നിന്ന് -5ലേക്ക്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ് മീൻസ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് like kinetic energy, potential energy is also a function of temperature, and both kinetic energy and potential energy increases with increase of temperature. So kinetic energy temperature ന്റെ function ആണ്, potential energy temperature ന്റെ function ആണ്. So in general we can say that internal energy of any system is a function of temperature. ഇതാണ് ഇന്റേണൽ എനർജി. ഈ തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഏതാണ്ട് ഒരു പേജിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഇന്റേണൽ എനർജി. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്റേണൽ എനർജിയാണ്. കാര്യം അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം. ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസേജ് വരുന്ന ഒരു ടേമാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഉപയോഗത്തിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഹീറ്റും വർക്കും. ഹീറ്റ് ആൻഡ് വർക്ക്. തെർമോഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും ഇൻ്റർ കൺവേർഷനാണ്. ഹീറ്റ് വർക്കായിട്ട് മാറും, ചെയ്യുന്ന വർക്ക് തിരിച്ച് ഹീറ്റായിട്ട് മാറും. സോ യു ക്യാൻ ഈസിലി ഇൻ്റർചേഞ്ച് ഹീറ്റ് ആൻഡ് വർക്ക്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ് വർക്കായിട്ട് മാറുന്നത്. പക്ഷേ കൊടുക്കുന്ന വർക്ക് മൊത്തം ഹീറ്റായിട്ട് മാറുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ദാറ്റ് വി വിൽ സീ ആസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും സൈൻ കൺവെൻഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കാണും. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു, അതായത് ആ സിസ്റ്റത്തിൻ്റെ
നിങ്ങൾ കെമിസ്ട്രിയിൽ അതിനെ ഡെൽറ്റ എച്ച് എന്ന് പറയും, എൻതാൽപ്പി. ഞാനിവിടെ ഡെൽറ്റ ക്യൂ എന്നേ പറയുന്നുള്ളൂ. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഹീറ്റ് കണ്ടൻറ്റ് കൂടുകയാണ്. സോ ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതായത് ഡെൽറ്റ ക്യൂ പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ്. So absorbed heat is always taken as positive because the system gets extra energy. So absorbed heat should be taken as positive. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? The system release heat energy. ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഹീറ്റ് കണ്ടൻറ്റ് കുറയുന്നത്. ഹീറ്റ് കണ്ടൻറ്റ് കുറയാന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ നെഗറ്റീവ് ആവും. ഡെൽറ്റ ക്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ എന്തായിട്ട് പഠിച്ചിട്ടുള്ളത്? എൻഡോതെർമിക് പ്രോസസ് എന്നും ഇതിനെ എക്സോതെർമിക് പ്രോസസ് എന്ന് പറഞ്ഞ് പഠിച്ചില്ല. അത് ചെറിയ ക്ലാസ്സിൽ കൊടുക്കുന്ന ഡെഫിനിഷനാണ്. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ടേമുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻ ഇതാണ്, ഹീറ്റ് കൊടുക്കുന്നതും ഹീറ്റ് റിലീസ് ചെയ്യുന്നതും. ഇതല്ലാതെ ഇനി ഒരു പ്രോസസ്സ് ഉണ്ട്. ഇഫ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ ക്യൂ പോസിറ്റീവ് ആവും, ഡെൽറ്റ ക്യൂ നെഗറ്റീവ് ആവാം, ഡെൽറ്റ ക്യൂ 0 ആവാം. ഡെൽറ്റ ക്യൂ 0 ആണെങ്കിൽ അവിടെ അബ്സോർപ്ഷനും ഇല്ല, റിലീസും ഇല്ല. സോ നമ്മളതിനെ ഒന്നുകിൽ ഐസൊലേറ്റഡ് പ്രോസസ് എന്ന് പറയും, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി കോൾഡ് ആസ് അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. അവിടെ രണ്ടും നടക്കുന്നില്ല. അപ്പോൾ ഹീറ്റിൻ്റെ ഒരു സൈൻ കൺവെൻഷൻ ഇങ്ങനെയാണ്. ഇനി ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻ പറഞ്ഞ പോലെ തന്നെ വർക്കിൻ്റെ കാര്യം പറയണം. ദ മോസ്റ്റ് കോൺട്രവേഴ്സി ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. കാരണം കെമിസ്ട്രിയിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്കലി വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇവിടെ രണ്ട് തരത്തിലുള്ള വർക്കേ ഉള്ളൂ. അതൊന്ന് കംപ്രഷൻ വർക്കാണ്, പിന്നൊന്ന് എക്സ്പാൻഷൻ വർക്കാണ്. അപ്പോൾ തെർമോഡൈനാമിക്കലി വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു കംപ്രഷൻ. കാരണം നമ്മൾ ഗ്യാസ് സിസ്റ്റംസിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. ഗ്യാസ് സിസ്റ്റത്തിന് നിങ്ങൾക്ക് ഒന്നുകിൽ അതിൻ്റെ വോളിയം കുറയ്ക്കാം അല്ലെങ്കിൽ വോളിയം കൂട്ടാം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഗ്യാസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വർക്ക് ഡൺ, അങ്ങനെ പറയില്ല. ഗ്യാസിന് എന്ത് മാത്രമേ ഉള്ളൂ? വോളിയം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. സോ വോളിയം കൂടുന്നതോ കുറയുന്നതോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അവിടുത്തെ വർക്ക് വരുന്നത്. സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വർക്ക് ഈസ് എക്സ്പാൻഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചേഞ്ച് ഇൻ വോളിയം നെഗറ്റീവാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ വോളിയം പോസിറ്റീവാണ്. ഇതാണ് അതിൻ്റെ ബേസ്. ഇനി എക്സ്പാൻഷൻ കംപ്രഷൻ ഇപ്പോൾ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് വേണം. സപ്പോസ് ഒരു കണ്ടെയ്നർ, ഇത് ചിലപ്പോൾ ഫ്ലൂയിഡ്സിൽ നിങ്ങൾ കണ്ടിരിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഞാൻ ഒരു കണ്ടെയ്നർ, ഇതിനകത്തൊരു മൂവബിൾ പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വോളിയം വരുന്നത് V1. അപ്പോൾ V1 വോളിയത്തിലാണ് ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്തു. ഐ എം മൂവിങ് ദ പിസ്റ്റൺ ഡൗൺവേർഡ്സ് ബൈ എ ക്വാണ്ടിറ്റി ഓഫ് dx. ഡൗൺവേർഡായിട്ട് മൂവ് ചെയ്തു ബൈ അപ്ലൈയിങ് എ നോർമൽ ഫോഴ്സ് ഓഫ് F. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നത്, ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നത് A ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ dx ഡിസ്റ്റൻസ് താഴേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഫൈനൽ വോളിയം ഇപ്പോൾ എത്രയായി? ഇത്രയും ഉണ്ടായിരുന്നപ്പോൾ V1 ആണ്. ആൻഡ് V1 വിൽ ബി ഡിക്രീസ് ടു V2. കംപ്രഷനാണ്. അപ്പോൾ വർക്ക് ഡൺ ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മളിവിടെ കംപ്രഷനും എക്സ്പാൻഷനും ഒന്നുമല്ല, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്കാണ് കണ്ടുപിടിക്കുന്നത്. വർക്ക് ഈക്വൽ ടു എപ്പോഴത്തെയും പോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മക്കളെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ dW ഈക്വൽ ടു F ഇൻറ്റു dx എന്ന് പറഞ്ഞു. dW ഈക്വൽ ടു F ഇൻറ്റു dx. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? ഞാനിവിടെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം നമുക്ക് ഫോഴ്സും തരില്ല, പ്രഷറും വോളിയം മാത്രമേ തരുള്ളൂ. ആൻഡ് യു നോ ദാറ്റ് F/A ഈസ് നത്തിങ് ബട്ട് പ്രഷർ. ആൻഡ് ഏരിയ ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ എന്താ? വോളിയമാണ്. ആരുടെ വോളിയം? ദാ ഇവിടെ ഒരു ചെറിയ സെഗ്മെൻറ്റ് വന്നിട്ടില്ലേ, ഇത്രയും സ്ഥലത്തിൻ്റെ വോളിയമാണ് ആര്? ഏരിയ ഇൻറ്റു dx എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ദാ ആദ്യം എവിടെയാണ് ഇരുന്നിരുന്നത്? പിസ്റ്റണിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു? പിസ്റ്റൺ എങ്ങോട്ടേക്ക് മാറി? താഴേക്ക് മാറി. അപ്പോൾ പിസ്റ്റൺ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് dx ആണ്. അത് മൂവ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് A ആണെങ്കിൽ ദ ഗ്യാസ് വാസ് കംപ്രസ്ഡ് ബൈ എ ക്വാണ്ടിറ്റി ഓഫ് dV ഈക്വൽ ടു A ഇൻറ്റു dx. അപ്പോൾ എനിക്ക് എന്ത് പറയാം? dW ഈക്വൽ ടു P ഇൻറ്റു dV എന്ന് പറയാം. dW ഈക്വൽ ടു P dV. ആൻഡ് ദിസ് ഇസ് ദ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി?
W ഈക്വൽ ടു എന്ത് ചെയ്യണം, ഡി വി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, അല്ലെങ്കിൽ ഇവിടെ കുറയ്ക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറയ്ക്കായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, V1 മൈനസ് V2 എന്ന് പറയാം. അപ്പോൾ പ്രഷർ ഇൻറ്റു V1 മൈനസ് V2. ഇത് എപ്പോഴാണ്, കംപ്രഷൻ ആണെങ്കിൽ. ഇതേ സമയം നിങ്ങൾ എന്ത് എഴുതും, W ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1 ഫോർ എക്സ്പാൻഷൻ. ഇത് എന്തിനുള്ളത് മാത്രമാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്കിനുള്ളത് മാത്രമാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഇൻ ദ ഫസ്റ്റ് കേസ് ഇസ് P ഇൻറ്റു V1 മൈനസ് V2. വർക്ക് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഇസ് ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1 ഇൻ ദ കേസ് ഓഫ്, ഇത് എക്സ്പാൻഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, എക്സ്പാൻഷൻ. അപ്പം ഇങ്ങനെയാണ് നമ്മളപ്പോൾ നമുക്ക് ജനറലി എന്ത് കിട്ടിയിട്ടുണ്ട്, വർക്കിനൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. വർക്ക് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, അല്ലെങ്കിൽ DW എന്നോ, ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ട. വർക്ക് ഇസ് ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1. ആ V2 മൈനസ് V1 വളരെ ചെറുതാണെങ്കിൽ വെറുതെ DV എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് P ഇൻറ്റു DV. അപ്പോൾ ഇതാണ് വർക്ക്. അപ്പോൾ ഇവിടെ പ്രഷറിന് ചേഞ്ച് ഇൻ വോളിയത്തിന് മാത്രമേ വർക്കിൽ റോളുള്ളൂ, ഫോഴ്സ് ഒന്നും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് പ്രഷർ ഇൻറ്റു വോളിയമാണ് വർക്ക് എന്ന് കിട്ടി. ഈ വർക്ക് 2 ടൈപ്പ് വർക്കാണെന്നും പറഞ്ഞു, എക്സ്പാൻഷൻ വർക്കും അതുപോലെ തന്നെ കംപ്രഷൻ വർക്കും. ഇനി ആ വർക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക്, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 വാല്യൂ പോസിറ്റീവ് അല്ലേ മക്കളെ, ബിക്കോസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്, സോ ചേഞ്ച് ഇൻ വോളിയം ഈസ് പോസിറ്റീവ്. എക്സ്പാൻഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ V പോസിറ്റീവ് ആണ്. ഡെൽറ്റ V പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അതേസമയം നടക്കുന്ന പ്രോസസ്സ് കംപ്രഷൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ആദ്യത്തെ വോളിയത്തിനേക്കാൾ കുറഞ്ഞു. ചേഞ്ച് ഇൻ വോളിയം എന്താണ്, ഇറ്റ് ഈസ് നെഗറ്റീവ്, വിച്ച് മീൻസ് വർക്ക് ഡൺ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ ഗ്യാസിൻ്റെ ചേഞ്ച് ഇൻ വോളിയത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട സൈൻ കൺവെൻഷൻ ഇതാണ്. എക്സ്പാൻഷൻ വർക്കാണെങ്കിൽ അത് പോസിറ്റീവും, കംപ്രഷൻ വർക്കാണെങ്കിൽ അത് നെഗറ്റീവുമാണ്. ഇനി വർക്ക് എന്ന് പറഞ്ഞു, ഈ വർക്ക് ആര് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഏജൻറ്റ് ആരാണ്, 2 പേർക്ക് വർക്ക് ചെയ്യാം. ഇത് ചേഞ്ച് ഇൻ വോളിയത്തിനെ ബേസ് ചെയ്ത് പറയുന്ന സൈൻ കൺവെൻഷനാണ്. ഇതുപോലെ തന്നെ ആ വർക്ക് ചെയ്യുന്ന ഏജൻറ്റ് ഒന്നുകിൽ അവിടെ സിസ്റ്റം വർക്ക് ചെയ്യാം, ഇഫ് ദ സിസ്റ്റം ഡസ് ദ വർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ സിസ്റ്റം വർക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്യാം. സിസ്റ്റം ചെയ്യുന്ന വർക്കാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറഞ്ഞാൽ മതി, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്കാണെങ്കിൽ ഇറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ്. സിസ്റ്റം വർക്ക് ചെയ്താൽ നമ്മളതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, പോസിറ്റീവ് വർക്കായിട്ട് കൺസിഡർ ചെയ്യും. എക്സ്റ്റേണൽ ഏജൻറ്റ് അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ അതിനെ എന്തായിട്ട് പറയും, നെഗറ്റീവായിട്ട് പറയും. കെമിസ്ട്രിയിൽ നേരെ തിരിച്ചാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഈ ചാപ്റ്ററിലേക്ക് വെച്ച് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് കെമിസ്ട്രി ആണോ ശരി, ഫിസിക്സ് ആണോ ശരി എന്നുള്ളൊരു സംശയം ഉണ്ടാവും. 2 ശരിയാണ്. 2 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് എന്തിൻ്റെ ബേസിസിലാണ് ഈ സൈൻ കൺവെൻഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, വിത്തൗട്ട് എനി അതർ എക്സ്റ്റേണൽ ഹെൽപ്പ് ദ സിസ്റ്റം ഇറ്റ് സെൽഫ് ഈസ് സഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഏബിൾ ഇനഫ് ടു ഡു ദ വർക്ക്. സിസ്റ്റം സ്വയം ചെയ്യുന്ന വർക്കാണ്. അവിടെ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ സിസ്റ്റം സ്വയം ചെയ്യുന്ന വർക്കാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം, പോസിറ്റീവായിട്ട് പറയാം. ഇപ്പോൾ എക്സ്റ്റേണൽ ഏജൻ്റാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, സിസ്റ്റം വർക്കൊന്നും ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ ഹെൽപ്പ് കൊണ്ടാണ് ആ വർക്ക് അവിടെ, അത് എക്സ്പാൻഷൻ ആണെങ്കിലും കംപ്രഷൻ ആണെങ്കിലും നടക്കുന്നത്. സോ എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്കാണെങ്കിൽ അതിനെ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. അതായത് എ സെൽഫ് സഫിഷ്യൻറ്റ് സിസ്റ്റം ഡസ് ദ വർക്ക് മീൻസ് ദ വർക്ക് ഡൺ ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സിസ്റ്റം ചെയ്യുന്ന വർക്ക്, അതായത് അവിടെ എൻജിനെ പറ്റിയാണ് കൺസേൺ. കെമിസ്ട്രിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, ഫ്യൂവലിനെ പറ്റിയാണ് കൺസേൺ വരുന്നത്. ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ഈസ് എഫിഷ്യൻറ്റ് ഇനഫ് ടു പെർഫോം ദ വർക്ക്, സോ ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് കേസ് the external agent does the work means the system is insufficient to perform the work, so it needs an external help, so and that work is taken as negative. ഇതിപ്പോൾ കെമിസ്ട്രിയിലും ഇതിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സൈനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ 100 കിലോ ഞാൻ പെട്രോള്, അപ്പോൾ കാറിൽ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ടാണ് പെട്രോൾ തീർന്നത് എന്ന് പറഞ്ഞാലും
പെട്രോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ രണ്ടിനും മീനിങ് അല്ലേ? ഒന്ന് സെയിം മീനിങ് അല്ലേ വരുന്നത്? 100 കിലോമീറ്റർ പെട്രോൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ട് പെട്രോൾ മൊത്തം കൺസ്യൂം ചെയ്ത് പോയി. ഇനി പെട്രോൾ ഉണ്ടായിരുന്നത് കൊണ്ട് 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റി. ബോത്ത് മീൻസ് ദ സെയിം. പക്ഷേ രണ്ടിടത്തും രണ്ട് കാര്യങ്ങളെയാണ് കൺസേൺ ചെയ്തിരിക്കുന്നത്. 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ട് പെട്രോൾ കൺസ്യൂം ചെയ്ത് പോയെന്ന് പറഞ്ഞാൽ യു ആർ കൺസേണിങ് അബൌട്ട് ദ ഫ്യൂവൽ, ദാറ്റ് ഈസ് ദ സൈൻ കൺവെൻഷൻ ഇൻ കെമിസ്ട്രി. പക്ഷേ ഞാൻ പറയാണ്, നമുക്ക് പെട്രോൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ 100 കിലോമീറ്റർ കാറിൻ്റെ എഞ്ചിന് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഐ ആം കൺസേണിങ് അബൌട്ട് ദ എഞ്ചിൻ, നോട്ട് അബൌട്ട് ദ ഫ്യൂവൽ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ ദേ വിൽ ബി ഡീലിംഗ് വിത്ത് ദ കൺസംഷൻ ഓഫ് ദ ഫ്യൂവൽ, ഇവിടെയാണെങ്കിൽ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ. എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ സ്വയം വർക്ക് ചെയ്യും, ആൻഡ് ദാറ്റ് വർക്ക് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇതാണെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയാണ്, സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള അത്ര എഫിഷ്യൻസി ഇല്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള എനർജി എന്ന് പറയുന്നത് ആ വർക്ക് പെർഫോം ചെയ്യാനുള്ള അത്രയ്ക്കും ഇല്ല. സോ നീഡ്സ് ആൻ എക്സ്റ്റേണൽ ഏജൻസി ആൻഡ് ദ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാലും, ഇവിടെ വന്ന് ക്ലാസ് എടുത്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ദഹിച്ചു പോയെന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയല്ലേ. ഒരിടത്ത് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെ പറ്റിയാണ് പറയുന്നത്, വേറൊരിടത്ത് കൺസംഷൻ ഓഫ് ദ ഫ്യൂവലാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമല്ലേ, അത്രേ വ്യത്യാസമുള്ളൂ രണ്ടിടത്തും. ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ ഫ്യൂവൽ കൺസംഷൻ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് വർക്കായിട്ടും ഫ്യൂവൽ കൺസംഷൻ ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് വർക്കായിട്ടും കെമിസ്ട്രിയിൽ പറയും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല പറയുക, സിസ്റ്റം സ്വയം ചെയ്യുന്ന വർക്കാണെങ്കിൽ അതിനെ പോസിറ്റീവ് വർക്കായിട്ടും, എക്സ്റ്റേണൽ ഏജൻറ്റ് വല്ലവരും വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. രണ്ടും ശരിയാണ്, രണ്ടിലും യാതൊരു ചേഞ്ചും ഇല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സൈൻ കൺവെൻഷൻ എന്തിനെ പറ്റിയാണ്? ഇൻറ്റേർണൽ എനർജിയെ പറ്റിയാണ്. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിസ്റ്റം വർക്ക് ചെയ്യാണ്, വേറെ ഒരാൾ പോലും എനർജി കൊടുക്കാനില്ല. ഇഫ് സിസ്റ്റം ഡസ് ദ വർക്ക് മീൻസ് ആ വർക്ക് ചെയ്യാൻ അവിടെ ഒരു എനർജി ആവശ്യമാണ്. സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് നടക്കണമെങ്കിൽ അവിടെ ഒരു എനർജി വേണം. എനർജി ആരും എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി അതിൻ്റെ സ്വന്തം ഇൻറ്റേർണൽ എനർജിയിൽ നിന്ന് എടുക്കും. ദാറ്റ് മീൻസ് ഇഫ് ദ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, ദർ വിൽ ബി decrease in the internal energy because the internal energy is utilized for performing the work done. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള എനർജി, സിസ്റ്റത്തിന് വർക്ക് ചെയ്യണം, ആ വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. ഈ എനർജി ആരെങ്കിലും കൊടുക്കണം. ആരും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആരാണ്? സിസ്റ്റത്തിൻ്റെ സ്വന്തം റിസർവ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എനർജിയാണ്. സോ സിസ്റ്റം അതിൻ്റെ സ്വന്തം ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യും. സിസ്റ്റം അതിൻ്റെ സ്വന്തം ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ വർക്ക് ഈസ് ഡൺ ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് നെഗറ്റീവ് ബിക്കോസ് ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു. ഇൻറ്റേർണൽ എനർജി കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ടി ഈസ് നെഗറ്റീവ്. ഇൻറ്റേർണൽ എനർജി കുറഞ്ഞാൽ ആരും കുറയും? ടെമ്പറേച്ചറും കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ? നമുക്ക് ഫൈനലി ഇതിനെ എന്തായിട്ട് പറയാം? ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഇറ്റ് വിൽ റിസൾട്ട് ഇൻ കൂളിംഗ്. സിസ്റ്റം വർക്ക് ചെയ്തു, അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ പിന്നെ അതെന്താ? കൂളിംഗ് ആണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. ഇനി അതേസമയം അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയാണ് വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ മക്കളെ? സിസ്റ്റത്തിനൊന്നും ചെയ്യേണ്ടി വരുന്നില്ല, എക്സ്റ്റേണൽ ഏജൻസി വന്ന് വർക്ക് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ ഏജൻസി വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത വർക്ക് എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും. അപ്പോൾ ചെയ്ത വർക്ക് ഹീറ്റായിട്ട് മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ ഇൻറ്റേർണൽ എനർജി. സോ ഇഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഡെൽറ്റ യു എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് ഞാൻ എക്സ്റ്റേണൽ ഏജൻസി വന്ന് വർക്ക് ചെയ്തു, ആ ചെയ്ത വർക്ക് എന്തായിട്ട് മാറി? ഹീറ്റായിട്ട് മാറി. ആ ഹീറ്റ് എന്ന് പറയുന്നത് ആര് അബ്സോർബ് ചെയ്തു? സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസ് അബ്സോർബ് ചെയ്തു. സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദ അബ്സോർബ്ഡ് ഹീറ്റ് വിൽ ബി കൺവെർട്ടഡ് ആസ് ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇന്റേണൽ എനർജി കൂടുതൽ ഹീറ്റ് കിട്ടുകയാണ്. സോ ആര് കൂടും? ഇന്റേണൽ എനർജി കൂടും. അതാണ് ഡെൽറ്റ യു പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇന്റേണൽ എനർജി കൂടിക്കഴിഞ്ഞാൽ ആരും കൂടും മക്കളെ? ടെമ്പറേച്ചറും കൂടില്ലേ? ഡെൽറ്റ ടി എന്താണ്? പോസിറ്റീവ് ആണ്. ബട്ട് ഡെൽറ്റ ടി പോസിറ്റീവ് ആണ്, ടെമ്പറേച്ചർ കൂടി. സോ ഇഫ് ദ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹീറ്റിംഗ്. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ കാണേണ്ട കാര്യം ഈ ഹീറ്റും വർക്കും തമ്മിലുള്ള ഇന്റർ കൺവെൻഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ അല്ലെങ്കിൽ ഇന്റേണൽ എനർജിയും വർക്കും തമ്മിലുള്ള ഒരു ഇന്റർ കൺവെൻഷൻ ആണ് കാണുന്നത്. സപ്പോസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഇന്റേണൽ എനർജി ഈസ് കൺവെർട്ടഡ് ആസ് വർക്ക്. ഇതെവിടെയാണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റത്തിലാണ്. ആരും എനർജി കൊടുക്കാനില്ല. സോ സിസ്റ്റം അതിൻ്റെ ഇന്റേണൽ എനർജി എടുത്തിട്ട് ആരാക്കി മാറ്റുകയാണ്? വർക്കാക്കി മാറ്റുകയാണ്. അതേസമയം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ആ എക്സ്റ്റേണൽ ഏജൻസി ചെയ്ത വർക്ക് ആരായിട്ടാണ് മാറുക? ഇന്റേണൽ എനർജി ആയിട്ടാണ് മാറുക. സോ ദിസ് ഈസ്
വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി വർക്കായിട്ട് മാറും, ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ വർക്ക് ആരായിട്ട് മാറും, ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറും. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാനുള്ള ചെറിയ ചെറിയ വഴികളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ അതിൽ വേറെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്താണത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സൈൻ കൺവെൻഷൻസും അതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ടേംസ് എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എടുത്താൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് തെർമോഡൈനാമിക്കൽ വർക്ക് കണ്ടുപിടിക്കുന്നത്, ഗ്രാഫിക്കലി വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിനുശേഷം ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകൾ, ഐസോതെർമൽ ഐസോബാറിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലേക്കൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഈ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.